പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ചൊവ്വാഴ്ച. എല്ലാ ആഴ്ചയിലും കർത്താവിൻ്റെ കൃപയാൽ പത്തനാപുരം അകപ്പേ മിനിസ്ട്രി ഒരുമിച്ച് ദൈവകൃപയാൽ എനിക്കും കടന്നുപോയി കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടുന്ന ദിവസമാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ യോഗം തിരുവനന്തപുരം പട്ടം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ വെച്ചാണ് നടക്കുന്നത്. അവരുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ സിറ്റിയിൽ എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠ ഭക്തന്മാർ പ്രത്യേകിച്ചാൽ ആ സഭയോട് ചേർന്ന് പരസ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എനിക്കിന്ന് കടന്നു പോകാൻ കഴിഞ്ഞില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ ഓരോ ആഴ്ചയിലും ഈ യേശുവിൻ്റെ സാക്ഷികളായി കടന്നുപോയി. പരസ്യയോഗത്തിൽ കർത്താവായ യേശു പാപികളെ രക്ഷിച്ച കാര്യം, രോഗികളെ സൗഖ്യമാക്കിയ കാര്യം, പരിശുദ്ധാത്മാവിനെ നൽകുന്ന കാര്യം, പ്രത്യേകാൽ അതിലുപരി നിത്യരാജ്യം അടുത്തിരിക്കുന്നു, നിത്യതയോട് ചേരുവാൻ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുവാൻ, സർവശക്തനായ ദൈവത്തെ അറിയുവാൻ, ഏക സത്യനിത്യതയുമായി യേശുവാണ് ദൈവമെന്ന് പറയുവാൻ ഈ കടന്നു പോകുന്നത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയായതുകൊണ്ടാണ്. ഇന്ന് പോൽക്കാലം ആമേൻ ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവഭക്തന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവഭക്തന്മാർ. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഈ ലോകരാജ്യത്തെ എന്തൊക്കെ നമ്മൾ നേടിയാലും നമ്മുടെ ആത്മാവ്, എല്ലാ ജീവികൾക്കും ജീവനുണ്ട്, ആമേൻ. എന്നാൽ ആത്മാവുള്ളത് അത് മനുഷ്യന് മാത്രമാണ്. അത് നശിപ്പിച്ച് കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ. ആമേൻ. ആ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ ഓരോരുത്തർക്കും കഴിയണം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ, സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ദൈവങ്ങളെ വിറ്റ് കാശാക്കി, ദൈവങ്ങളെ വെച്ച് എന്തൊക്കെ രീതിയിൽ മാർഗങ്ങൾ ഉണ്ടാക്കാം അതെല്ലാം ചെയ്തും പീഡപ്പീരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തെ ചൂണ്ടിക്കാട്ടുന്ന ദൈവജനത്തെ അവരാണ് പീഡ ഇപ്പോൾ അനുഭവിക്കുന്നത് കൂടുതലും. മദ്യവും മയക്കുമരുന്നും ലോക സുഖവും ഒക്കെ ഉള്ള മനുഷ്യൻ ഇതൊക്കെ ആസ്വദിച്ച് 10, 15, 8, 9, 10 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കോടികൾ ആസ്തികളുണ്ടാക്കി പിന്നെയും അതിൻ്റെ പിറകെ നടന്ന് ഇങ്ങനെയുള്ള ദുഷ്ടത്തരങ്ങളും ലാക്കുകളും ഒക്കെ കാണിക്കുമ്പോൾ, ജീവിക്കുന്ന കർത്താവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ, യേശുവാണ് സ്നേഹമെന്ന് പറഞ്ഞ് തരുന്ന മനുഷ്യനെ പീഡിപ്പിക്കുന്ന ദുഷ്ട മനുഷ്യ, നിൻ്റെ ദുഷ്ടഹൃദയം മാറിപ്പോകണം. നിന്നിലേക്ക് യേശു വരുമ്പോൾ ദൈവസ്നേഹം ഉണ്ടാകും. യേശുവാണ് ഏകരക്ഷകൻ, ഏക കർത്താവ്, സർവശക്തനാണ്. ആമേൻ. ആ ദൈവത്തെക്കുറിച്ച് വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. നിൻ്റെ ഒരു കാര്യവും എൻ്റെ ദൈവത്തിന് വേണ്ട. എൻ്റെ ദൈവത്തിന് വേണ്ടുന്നത് ഒറ്റ ഒരു കാര്യം, മനുഷ്യ, നിൻ്റെ ഹൃദയം. ആ ഹൃദയത്തിൽ യേശുവിന് ഇടം കൊടുത്താൽ, ആ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചാൽ, കർത്താവും രക്ഷകനുമായി എൻ്റെ യേശുവിനെ നീ സ്വീകരിച്ചാൽ, വായ് കൊണ്ട് നീ ഏറ്റുപറഞ്ഞാൽ, നിൻ്റെ പാവത്തെ പോക്കി, നിൻ്റെ ശാപത്തെ പോക്കി, നിൻ്റെ സകല അതിക്രമങ്ങൾക്കും പരിഹാരം വരുത്തി, രക്താംബരം പോലെ നിൻ്റെ പാവം ചുവപ്പായിരുന്നു, കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിച്ച് തരാമെന്നറിയ ഒരു ദേവനുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവായ യേശുവാണ്. ആ ദൈവം, ആ യേശു ക്രിസ്തു വരാറായി. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. കർത്താവാണ് രക്ഷകൻ, യേശുവാണ് രക്ഷകൻ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ദൈവത്തിലെ നീ ഭാഗ്യവാനാണ്, നീയാണ് ഭാഗ്യവതി. സഹോദര സഹോദരി, നാളിനി അധികമില്ല. യേശു ക്രിസ്തു വരാറായി. കാലങ്ങൾ അത് വിളിച്ചു പറയുന്നു, അത് നിവൃത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ.
ഭൂമി എമ്പാടും ആമേൻ അതിൻ്റെ ആമേൻ തിരുവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അന്ത്യകാലത്തിൻ്റെ സംഭവങ്ങൾ നടമാടിയും കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി സമയവും നാളും നാഴികയും ഇല്ലധികം. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന ജനമേ, യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. എന്തിൽ നിന്ന്? പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ, എന്തിൽ നിന്ന്? ശാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ. ആമേൻ. ഈ എല്ലാ തിന്മയിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവാണ്. ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. സർവശക്തനായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാവം, നീതി, ന്യായവിധി ബോധമേകിടാൻ ഈ ശാപപൂവിൽ പെന്തക്കോസിൽ വന്നൊരാവിയെ, പാപം, നീതി, ന്യായവിധി ബോധമേകിടാൻ ഈ ശാപപൂവിൽ പെന്തക്കോസിൽ വന്നൊരാവിയെ, ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ, ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും നിത്യതയിൽ എത്തിച്ചേരണം. അതെ, ഇവിടെല്ലാം ആടിയും പാടിയും ഇവിടൊക്കെ സുഖവും കൊട്ടാരവും ഒക്കെ നേടിയിട്ടും അങ്ങെത്തിയില്ല എങ്കിൽ നിൻ്റെ ജീവിതം വെറും ശൂന്യമാണ്. അതുകൊണ്ട് നിത്യരാജ്യത്തിന് ആമേൻ, എൻ്റെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിത്യരാജ്യത്തിന് അവകാശിയാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.